എല്ലാ സുഹൃത്തുക്കൾക്കും യാത്രാവണ്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുമളി മുതൽ ലോവർ ക്യാമ്പ് വരെ ഒരു ഘാട്ട് റോഡിലൂടെയുള്ള ഒരു യാത്രയാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും വീഡിയോയിലൊന്നും ഈ പ്രദേശമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കുമളിയിൽ നിന്നും യാത്ര തുടങ്ങി മനോഹരമായ വനഭാഗത്തൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് മഴയൊക്കെയുള്ള സമയമായതിനാൽ നല്ല പച്ചപ്പാണ് ഈ പ്രദേശത്ത്. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലായി എപ്പോഴും ധാരാളം കുരങ്ങന്മാരെയൊക്കെ കാണാം. അതുപോലെ മുളം കാടുകളാണ് സൈഡിലൊക്കെ ധാരാളമായിട്ട് കാണുന്നത്. നല്ല പച്ചപ്പാണ്. ഈ പ്രദേശത്തു കൂടി നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നമുക്ക് ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ലോവർ ക്യാമ്പ് വരെ ഒന്ന് യാത്ര ചെയ്ത് വരാം. വീഡിയോ 20 മിനിറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഒരു 5-6 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ തമിഴ്നാടിൻ്റെ ബസ്സുകൾ ഇങ്ങനെ കടന്നു വരുന്നത്. ആ കടന്നു വരുന്ന ആ വരവൊന്ന് കാണാൻ നല്ല ഭംഗിയാണ്. പച്ചപ്പിനുള്ളിൽ കൂടി കടന്നു വരുന്ന ആ പച്ച ബസ് മനോഹരമായ കാഴ്ചയാണ്. ഹെയർപിന്നൊക്കെ കയറി വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. വളരെ അപൂർവമായിട്ടായിരിക്കാം നമ്മൾ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് കിട്ടുക. അങ്ങനെ ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു സീനല്ലേ നമുക്ക് കിട്ടിയത്. നമുക്ക് അവിടെ നിന്നും താഴേക്ക് ഏതാണ്ട് കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ ലോവർ ക്യാമ്പിലെത്തും. അതുവരെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഈ പോകുന്ന വഴിക്ക് തമിഴ്നാട്ടിലേക്ക് ആ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളും മറ്റും നമുക്ക് കാണാം. നമ്മൾ നേരെയുള്ള വ്യൂ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ഉൾപ്പെടുത്താമത്. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോയി ലോവർ ക്യാമ്പിലെത്തി വിശ്രമിക്കാം. ഇവിടെ നിന്നുള്ള ആകാശ കാഴ്ച, കമ്പം ഭാഗത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് തരുന്നത്. സൈഡിൽ വാഹനങ്ങൾ നിർത്താൻ ചിലയിടങ്ങളിലെ സ്ഥലമൊക്കെ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ചു വേണം നമുക്ക് ഈ ഭാഗത്ത് വാഹനങ്ങൾ നിർത്തുവാൻ. ഇവിടെ ധാരാളം അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. അയ്യപ്പന്മാരും മറ്റും അപകടത്തിൽപ്പെട്ട് പെൻസ്റ്റോക്ക് പൈപ്പിന് മുകളിലേക്ക് വാഹനം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ചില ഹെയർ പിന്നുകളിൽ ഇത്തരം പള്ളികളും അമ്പലങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഹെയർപിൻ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് പോകുന്ന പ്രദേശമാണിത്. തമിഴ്നാടിന്റെ മറ്റൊരു വണ്ടി ഏതാ കടന്നു വരുന്നു. അങ്ങനെ ഏതാണ്ട് നമ്മൾ ലോവർ ക്യാമ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ലോവർ ക്യാമ്പിൽ എത്തും. നമ്മളിതാ ലോവർ ക്യാമ്പിൽ എത്തിയിരിക്കുന്നു. മനോഹരമായ ഒരു ഹൈ റേഞ്ചിലൂടെയുള്ള ഒരു ഘാട്ട് റോഡിലൂടെയുള്ള പശ്ചിമഘട്ട മലനിരകൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര കടന്ന് നമ്മൾ ലോവർ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, കമന്റ്, ഷെയർ ഇതൊന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി
പ്രകൃതിയുമായി ചേർന്നുള്ള വീഡിയോകളുമാണ് കൂടുതലായും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അത്തരമൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.